Hi friends, welcome to our channel. സമയം 5:30 മണിയാണ്. വൈകുന്നേരം അല്ല കേട്ടോ, രാവിലെ. നിങ്ങൾക്ക് കണ്ടാലറിയാം ഇവിടെ നല്ല വെളിച്ചമുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് 5:30 മണിക്ക് എണീറ്റിട്ട് ഇങ്ങനെ പുറത്തൊക്കെ വന്ന് നോക്കണം. ഞാൻ വിചാരിച്ചു നല്ല ഇരുട്ടായിരിക്കുന്നു, വീഡിയോ എടുക്കുമ്പോൾ നല്ല ഇരുട്ടായിരിക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ നോക്കുമ്പോൾ നല്ല വെളിച്ചമുണ്ട് ഇവിടെ. അവർ രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഓഫീസിലേക്ക് കൊടുത്തുവിടാനുള്ള ഫുഡ് റെഡിയാക്കണ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ എണീറ്റേ. ഒരു 6 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാലും ഒരു 7 മണിയാകുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാവും. പക്ഷേ യാച്ചു ഇടയ്ക്ക് എണീക്കും. അപ്പോൾ അവളുടെ അടുത്ത് പോയി കിടക്കണം, അവളെ ഉറക്കണം. ആ ഒരു ടൈം കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ നേരത്തെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം തന്നെ അരിയൊക്കെ കഴുകിയിട്ട് വേഗം ചോറ് അടുപ്പത്ത് വെച്ചു. അത് പോകുമ്പോഴേക്കും വെന്ത് കിട്ടണമല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് ചോറ് വേഗം അടുപ്പത്ത് വെച്ചു. രാവിലെ ഉപ്പുമാവും ഉച്ചയ്ക്ക് ചോറും ചെറുപയറും മതി എന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കണേ. ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ചൂടായി കുറച്ച് കടുക് കൊടുക്കുന്നുണ്ട്. അപ്പൊ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്കാണ് സവാള, കറിവേപ്പില, സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് റവയാണ് എടുക്കണം. അപ്പൊ ഞാനൊരു രാവിലെ ഇത്ര നേരത്തെ എണീറ്റതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ കണക്ക് കൂട്ടലുകളൊന്നും അങ്ങോട്ട് ശരിയാവുണ്ടായിരുന്നില്ല. 1.5 ഗ്ലാസ് റവയ്ക്ക് എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കണം എന്നുള്ള സംശയത്തിലാണ് ഞാൻ അവിടെ നിന്നുകൊണ്ടിരിക്കണേ. സാധാരണ 1 ഗ്ലാസ് റവയ്ക്ക് 1.25 മുതൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കാറുള്ളത്. അപ്പോൾ ഈ 1.5 ഗ്ലാസ് റവയ്ക്ക് എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കണം എന്നുള്ളത് എനിക്ക് എത്ര കണക്ക് കൂട്ടിയിട്ടും അപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കയ്യിലുണ്ടായിരുന്ന വെള്ളം ഞാൻ എന്തോ ഒരു കണക്കിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഈശ്വരാ, എൻ്റെ ഉപ്പുമാവ് കറക്റ്റായിട്ട് വരണേ, വെള്ളം കറക്റ്റ് ആവണേ എന്നിട്ട് നല്ലോണം പ്രാർത്ഥിച്ചു. എന്നിട്ട് ചെറുപയറുപ്പേരി വെക്കാൻ ഞാൻ നോക്കുമ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഉപ്പുമാവിനുള്ള വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് ഉപ്പേരിക്കുള്ളത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളപ്പയർ കഴുകിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. വെള്ളപ്പയറിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഉപ്പുമാവിലേക്ക് ഇടാനുള്ള തേങ്ങ ചിരകി എടുക്കണം. അപ്പം ഞാനൊരു തേങ്ങ എടുത്തിട്ട് അത് പൊട്ടിക്കുകയാണ്. തേങ്ങ ചിരകി എടുക്കണം. എന്നിട്ടത് ഇവിടെ നല്ല തേങ്ങ ചിരകി ഇത് ബോക്സിലാക്കി കിട്ടും. ഞാൻ ആദ്യമൊക്കെ അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം ഈ അടുത്താണ് എനിക്ക് ഇങ്ങനെ ചിരകിയിട്ട് എടുക്കാമെന്നുള്ളത് തോന്നിയിട്ട് ഞാൻ ഒരു ചിരവ മേടിച്ചത്. കുഞ്ഞ് ഇതേപോലെ കാണുമ്പോൾ അവളും ഇതൊക്കെ കണ്ട് വളരട്ടെ, ഇങ്ങനെയാണ് തേങ്ങ ചിരകി എടുക്കണത് എന്നൊക്കെ കാണട്ടെ എന്നുണ്ട്. പിന്നെ നമുക്ക് നാട്ടിലുള്ള പോലെ ഒരു ഫീലാണല്ലോ ഇങ്ങനെ തേങ്ങ ചിരകിയിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചിരവ മേടിച്ചിട്ട് ഇപ്പോൾ തേങ്ങ മേടിച്ചിട്ട് തന്നെ എടുത്ത് ചിരകുകയാണ് ചെയ്യാറ്. എനിക്കെല്ലാം കുറച്ച് സമയമെടുത്ത് മെല്ലെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ ചിരകിയ തേങ്ങയൊക്കെ ബോക്സിൽ കിട്ടുന്നത് പെട്ടെന്ന് പണി കഴിയാനും ഈസി ആയിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. എനിക്കെല്ലാം സാവധാനം ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും സമയമെടുത്ത് മെല്ലെ ചെയ്യണതാണ് ഇഷ്ടം. അത് ആസ്വദിച്ച് ചെയ്യണം എന്ത് ചെയ്യുമ്പോഴെന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡ്. നമ്മുടെ ഉപ്പുമാവിനുള്ളത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഈ ചട്ടി കാണുമ്പോൾ അത്ര ഭംഗിയൊന്നും തോന്നുന്നുണ്ടാവില്ല, പക്ഷേ എനിക്കിതിൽ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. അടിയിൽ പിടിക്കാതെ നല്ല
വൃത്തിക്ക് അത് വെന്ത് വരാറുണ്ട്. ഇത് ഞാൻ എത്ര കഴുകിയാലും അതൊന്നും വെളുത്ത് വരണില്ല. ഇതിന് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. തേങ്ങ ഇട്ടിട്ട് ആ വെള്ളം നല്ലപോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവ ഇടുമ്പോൾ തന്നെ ഒപ്പം ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി എടുത്തിട്ട് അത് വേവിച്ചെടുക്കണം. അങ്ങനെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പേരിക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലയും എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച പയറ് കൂടി അതിലിട്ടിട്ട് ഉണ്ട്. അപ്പോഴേക്കും കുഞ്ഞ് എണീറ്റുണ്ടായിരുന്നു. രാവിലെ നേരത്തെ എണീക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എണീച്ചാലും ഫുഡ് റെഡിയാക്കാനുള്ള ഒരു ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ അവള് ഉപ്പേരി ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും എണീറ്റു. ഉണ്ടാക്കാൻ പറ്റിയില്ല, കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഭക്ഷണം ഇപ്പൊ ആവും. ഞങ്ങൾ എന്നിട്ട് അത് ഉച്ചയ്ക്ക് കഴിക്കണം. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊണ്ടുപോയിട്ടുണ്ട്, അതായിട്ടുണ്ട്. ഇത് ചോറായിട്ടുണ്ട്. ഉപ്പേരി ആവാതെ അത് കൊണ്ടുപോകാൻ പറ്റാതെ നമുക്ക് ചോറ് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓരോ പ്ലാനിങ്ങും അത് നടക്കാതിരിക്കലും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓരോ ദിവസം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.